ഇന്ന് ഞാൻ ക്യാരറ്റ് മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ രണ്ട് ക്യാരറ്റും 2 മാങ്ങയും ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അളവ് നോക്കുമ്പോൾ മാങ്ങ കുറച്ച് കൂടുതൽ നിൽക്കും. വെളുത്തുള്ളി ഏകദേശം ഈ വലിപ്പത്തിലുള്ള വെളുത്തുള്ളിയാണ് എടുത്തേക്കണേ. ഇത്രയും ഒരു തുടം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. പച്ചമുളക് ആവശ്യത്തിന്. ഇവിടെ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കണം. കറിവേപ്പില ആവശ്യത്തിന്. ഇനി മഞ്ഞൾപ്പൊടി വേണം, ഉലുവ, കടുക്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. അച്ചാറ് നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ കാലം കേടുകൂടാതിരിക്കും. വിനാഗിരി 1/4 കപ്പ്. കായം 1/2 ടീസ്പൂൺ. ആദ്യം തന്നെ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഇത് മാറ്റി വെക്കാം. ഇത് ലാസ്റ്റ് നമുക്ക് മാങ്ങയുടെ കൂടെ ഇടാനുള്ളതാണ്. ഇനി അതേ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ മൊത്തമായിട്ട് ചേർക്കുന്നത് വരെ ഉലുവ പൊടിയാണെങ്കിലും ഇടാം. അത് മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് ഇട്ടാൽ മതി. കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ മാങ്ങയും ക്യാരറ്റും ഓൾറെഡി ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി 1 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയും ക്യാരറ്റും കൂടെ. ഇത് ഞാൻ ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങയും ക്യാരറ്റുമാണ്. അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഇങ്ങനത്തെ അച്ചാറുണ്ടാക്കാൻ കൂടുതൽ നല്ലത്. ഈ മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഇത് വേകാൻ വേണ്ടി നിൽക്കണ്ട, ജസ്റ്റ് ഒരു കടിക്കുന്ന പരുവാകുമ്പോഴത്തേക്കും വാങ്ങണം. ഇനി ഇതിലേക്ക് പുളിയുടെ അനുസരിച്ച് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഈ വിനാഗിരി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം. ഇപ്പോൾ വിനാഗിരി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി മാറ്റി വെക്കാം. ഇനി ആദ്യം നമ്മൾ പൊടിച്ചു വെച്ച ഉലുവയും കടുകും കൂടെ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇപ്പം മാങ്ങയും ക്യാരറ്റും കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്.